പ്രേക്ഷകർ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി നേതാക്കൾ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഒപ്പമുള്ളത് നമുക്കറിയാം ജോസഫ് വാഴക്കൻ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം ഇത്തവണ അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അദ്ദേഹത്തെ KPCC അധ്യക്ഷനാക്കണമെന്നൊരു ആവശ്യം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നു. പിന്നെയുള്ളത് VT ബൽറാം MLA നിയുക്ത MLA, അതോടൊപ്പം തന്നെ അൻവർ സാദത്ത് നിയുക്ത MLA കാണാം, അബിൻ വർക്കി നിയുക്ത MLA. അങ്ങനെ 3 നിയുക്ത MLA മാർ, നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും പിന്നെ ഒക്കെ ആയിരുന്ന ഇപ്പോൾ കോൺഗ്രസിന് മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം എന്താണ് അവർ തമ്മിൽ സംസാരിക്കുന്നത് നമുക്കറിയില്ല. ഏതെങ്കിലും ഒരു ഫോർമുല നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കും എൻ്റെ മന്ത്രിസഭ എന്ന ഉറപ്പ് അദ്ദേഹം നൽകുന്നുണ്ടോ എന്നറിയില്ല. ഏതായാലും ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യണമെന്ന അഭിപ്രായം വി.ഡി. സതീശന് ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അത് ശരിയാണോ എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. ഏതായാലും രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുന്ന ഒരു ഫോർമുല വി.ഡി. സതീശൻ്റെ കൈവശം ഉണ്ടാകും എന്ന് കരുതാം. നേതാക്കളൊക്കെ തന്നെ വളരെ സൗഹാർദ്ദത്തോടുകൂടി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ തിരുവനന്തപുരം വഴുതക്കാട് ഈശ്വരവിലാസത്തുള്ള ദേവദത്തം എന്ന അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനുള്ളത്. കൂടിക്കാഴ്ചയ്ക്ക് ഒപ്പം MLA മാരുണ്ട്. 3 MLA മാരെ നിയുക്ത MLA മാരെ നമുക്ക് കാണാം. അബിൻ വർക്കി, അതോടൊപ്പം തന്നെ അൻവർ സാദത്ത്, അതോടൊപ്പം VT ബൽറാം. ഇവരെല്ലാം ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ? ഇവർക്കെല്ലാം വേണ്ടി രമേശ് ചെന്നിത്തല നിലകൊള്ളുമോ? ഒപ്പം ജോസഫ് വാഴക്കനുണ്ട്, മുതിർന്ന നേതാവ്. അദ്ദേഹത്തെ KPCC അധ്യക്ഷനാക്കണമെന്നൊരു ആവശ്യം കൂടി രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് എന്ന് അറിയുന്നു. ഇതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് പാർട്ടിയും നേതൃത്വവും, ഒപ്പം തന്നെ മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്ന കാര്യത്തിലുള്ള വി.ഡി. സതീശൻ്റെ ആഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ എങ്ങനെയാണ് പരിഗണിക്കപ്പെടാൻ പോകുന്നത്? ഇങ്ങനെ തുടങ്ങി ധാരാളം രാഷ്ട്രീയ ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമായി നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും ഈ കൂടിക്കാഴ്ച ഹൃദ്യമായിരുന്നോ, അത് പ്രതീക്ഷാ നിർഭരമാണോ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചെന്ന് നമുക്കറിയില്ല. ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് മാധ്യമ പ്രവർത്തകർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. കാരണം മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു വാർത്ത ആയിരിക്കാം, അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യത്തോടുകൂടിയുള്ള വിവരങ്ങളായിരിക്കാം പുറത്തു വരുന്നത് എന്ന പ്രതീക്ഷയാണ് പുറത്ത് കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ പ്രതിനിധി മേഘനാ മുരളി ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്കുള്ളത്. ഇരുവരും ചേർന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അതല്ല ഇപ്പോൾ തൽക്കാലമെല്ലാം വി.ഡി. സതീശൻ പറയട്ടെ എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല മൗനത്തിൽ തന്നെ ആയിരിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. രാഷ്ട്രീയ സവിശേഷതയുള്ള, രാഷ്ട്രീയ ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്ന, രാഷ്ട്രീയ കൗതുകം ഒളിഞ്ഞു കിടക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ ദൃശ്യങ്ങൾ നമ്മളോടത് സംസാരിക്കുന്ന ദൃശ്യങ്ങളായി നമ്മുടെ മുന്നിലുണ്ട്. പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം വഴുതക്കാട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ഈശ്വരവിലാസത്തെ വസതി ദേവദത്തത്തിൻ്റെ അവിടുത്തെ സ്വീകരണ മുറിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ എത്തിയിരിക്കുന്ന നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടാത്തതിലുള്ള വിഷമം മാത്രമല്ല, അതിൽ വി.ഡി. സതീശനാക്കിയതിലുള്ള വിയോജിപ്പും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ വിവരങ്ങൾ അദ്ദേഹം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നലത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുകയും ചെയ്തു. അദ്ദേഹം ഈ വസതിയുടെ പിന്നാമ്പുറത്തെ വഴിയിലൂടെ അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കാണാതെ മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് അദ്ദേഹം അരിപ്പാട്ടേക്കും പിന്നീട് ഗുരുവായൂരിലേക്കും ഒക്കെ പോകുന്നത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി മാത്രമല്ലേ ആയുള്ളൂ, മറ്റ് ഇനിയുമുണ്ടല്ലോ എന്ന അർത്ഥത്തിൽ ജോസഫ് വാഴക്കൻ ജ്യോതികുമാർ ചാമക്കാല നിയുക്ത MLA ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ഇനി വരാൻ പോകുന്ന തീരുമാനങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടി സന്തോഷം നൽകുന്ന, അദ്ദേഹത്തിന് തൃപ്തി നൽകുന്ന, അദ്ദേഹത്തിന് ഈ മന്ത്രിസഭയുടെ ഭാഗമാകാൻ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കുമോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ആ അനിശ്ചിതത്വവും അവ്യക്തതയും നിലനിൽക്കുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്കിടയിലും. പക്ഷേ സൗഹാർദ്ദ അന്തരീക്ഷത്തിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ വസതിയിലെ സ്വീകരണ മുറിയിൽ ഇരുവരും ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ പുതിയ ദൃശ്യങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും ഒപ്പം ചേർന്നുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ കാണുമോ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഇരുവരും മറുപടി പറയുമോ, അതല്ല ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കുമെന്ന സാധാരണ നിലയിലുള്ള ഒരു പ്രതികരണമായിരിക്കുമോ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്നത്? ഇത് കേവലം ഒരു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു എന്ന് പറഞ്ഞൊഴിയുമോ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല. ഏതായാലും വളരെ ആകാംക്ഷയോടുകൂടി ഒരു വലിയ മാധ്യമ പട ഈ വസതിക്ക് മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി മേഘനാ മുരളി ഉൾപ്പെടെ. മേഘന നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ആഭ്യന്തര വകുപ്പ് വേണമെന്ന കടുംപിടുത്തത്തിൽ രമേശ് ചെന്നിത്തല നിൽക്കുന്നു. ഒപ്പമുള്ള 2 MLA മാരെ മന്ത്രിമാരാക്കണം, അതോടൊപ്പം തന്നെ താൻ സീറ്റ് നൽകുമെന്ന് ഉറപ്പ് നൽകുകയും പിന്നീട് അത് നിഷേധിക്കപ്പെടുകയും ചെയ്ത മുതിർന്ന നേതാവ് ജോസഫ് വാഴക്കനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കും. ഈ ആവശ്യങ്ങൾ എത്രത്തോളം നേതൃത്വം പരിഗണിക്കും, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ എത്രമാത്രം പരിഹരിക്കാൻ നേതൃത്വത്തെ കൊണ്ട് സാധിക്കും, എത്രമാത്രം അദ്ദേഹത്തെ ഈ മന്ത്രിസഭയുടെ ഭാഗമായി ഉൾക്കൊള്ളാൻ വി.ഡി. സതീശൻ തയ്യാറാകും തുടങ്ങിയിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ, രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഇപ്പോൾ ഇരുവരും മാത്രമായി
സംസാരിക്കുകയാണ്. ഈ സംഭാഷണം വളരെ പ്രാധാന്യമുള്ള സംഭാഷണമാണ്. വി.ഡി. സതീശൻ സംസാരിക്കുന്നത് കേട്ടു നിൽക്കുകയാണ് രമേശ് ചെന്നിത്തല. പക്ഷേ ശരീരഭാഷ, രാഷ്ട്രീയക്കാരുടെ ശരീരഭാഷയിൽ പൂർണ്ണമായ കാര്യങ്ങൾ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. സൗഹാർദ്ദ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഈ സംഭാഷണം നടക്കുന്നതെന്ന് മാത്രമാണ് പ്രേക്ഷകരെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇത് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടോ, എന്തെങ്കിലും ഒരു ഡീലിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഫോർമുല അവതരിപ്പിക്കുന്നുണ്ടോ, ഹൈക്കമാൻഡ് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കട്ടെ അന്തിമമായി എന്ന ഒരു അഭിപ്രായമാണോ അദ്ദേഹത്തിനുള്ളതെന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതെല്ലാം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങി ഇരുവരും ചേർന്ന് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമോ എന്നതിലുള്ള ഒരു രാഷ്ട്രീയ ആകാംക്ഷയും ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന രാഷ്ട്രീയ കൗതുകവും ഒക്കെയുണ്ട്. പിണക്കമൊക്കെ മാറി രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി സൗഹൃദം പങ്കിടുന്ന കാഴ്ച ഏതായാലും ഹൃദ്യമായ ഒന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.